കഴിഞ്ഞ അധ്യയന വർഷത്തിൽ സംസ്ഥാന തലത്തിൽ 2ാം സമ്മാനവും എറണാകുളം റവന്യൂ ജില്ലയിൽ 1ാം സമ്മാനവും ലഭിച്ച ഷാഹിദ് നമ്മളോടൊപ്പം ചേരുകയാണ്. കഥകളിക്ക് ആ ഒരു സമ്മാനം ലഭിക്കുക എന്നുള്ളത് വളരെ വലിയ പ്രയത്നത്തിൻ്റെ ഫലമാണ്. ഷാഹിദ്, എന്താണ് കഥകളി? അത് വളരെ ഇഷ്ടമുള്ള ഒരു കലാരൂപമാണോ? തീർച്ചയായും. എത്ര നാളായി കഥകളി അഭ്യസിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ ഇപ്പം 3 വർഷമായി കഥകളി അഭ്യസിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ടി ഡി ഹൈസ്കൂൾ മട്ടാഞ്ചേരി. ടി ഡി ഹൈസ്കൂളിൽ പഠിക്കാൻ. ആരാണ് ഈ കഥകളിക്ക് അധ്യാപകനായിട്ടുള്ളത്? ഞാൻ വാരനാട് സനൽകുമാറിൻ്റെ കീഴിലായിരുന്നു കഥകളി അഭ്യസിച്ചുകൊണ്ടിരുന്നത്. അപ്പം അദ്ദേഹത്തിന് ചില തിരക്കുകൾ ഉള്ളത് കാരണം ഏവൂർ രാജേന്ദ്രപിള്ള സാറിൻ്റെ കീഴിൽ പഠിക്കുന്നു. ഇത് പഠിക്കുവാനായിട്ട് എങ്ങനെയാണ്? ഈസിയാണോ, ബുദ്ധിമുട്ടാണോ, എങ്ങനെയാണ്? ഒട്ടും എളുപ്പമല്ല. പിന്നെ നമുക്ക് അതിൻ്റെയോടുള്ള ഇഷ്ടമാണ് നമ്മളെ ഇതിലേക്ക് കൂടുതലായിട്ട് നയിക്കുന്നത്. എന്ത് പറഞ്ഞാൽ കൂടുതലായിട്ട് പ്രോഗ്രാംസ് അവതരിപ്പിക്കുന്നതല്ല, കലോത്സവത്തിലേക്ക് വരുമ്പോൾ നമുക്ക് സാമ്പത്തികപരമായിട്ടും ഒക്കെ ഇതുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു പ്രോഗ്രാമിന് എത്തിച്ചേരാൻ സാധിക്കുക. അതുകൊണ്ടാണ് കൂടുതൽ കുട്ടികളും ഈ ഒരു ഇനത്തിന് മത്സരിക്കാതെ വരുന്നത്. എന്ന പ്രോഗ്രാമിന് വരുന്ന പോലെയല്ല, പക്ഷെ ശാരീരികപരമായിട്ട് നമുക്ക് കുറച്ചും കൂടി സ്ട്രെങ്ത്തും അത്രയും ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് ഇതിനു വേണ്ടി. ഈ കഥകളിയുടെ ഒരുക്കമുണ്ടല്ലോ, അതിൻ്റെ ചമയങ്ങൾ ചെയ്യുക, അത് ആ ഒരു സമയം കുറച്ചധികം നേരം എടുക്കുമല്ലോ. ആ സമയമൊക്കെ ഇരിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടല്ലേ? ഇല്ല, നമുക്ക് ചമയങ്ങൾ അണിയണ സമയത്ത് നമുക്ക് എപ്പോഴും ആ ഒരു വേഷത്തിലേക്ക് നമ്മൾ ഓരോ നിമിഷവും ഭാവപകർച്ചയായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ചുട്ടി കുത്തുന്ന സമയത്ത് നമ്മൾ റെസ്റ്റിംഗ് ടൈമാണ് നമ്മുടെ. കാരണം നമ്മൾ ഒരു പ്രോഗ്രാമിന് പോകുന്നതാണ്, ഏകദേശം 18 കിലോ ഭാരമുള്ള ഒരു വസ്ത്രമാണ് നമ്മൾ അണിയുന്നത്. അപ്പോൾ അതിനുള്ള പൂർണ്ണമായിട്ടുള്ള സ്ട്രെങ്ത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ചുട്ടി കുത്തുന്ന സമയത്ത് നമ്മളത് റെസ്റ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ കളിയിലേക്ക് പോവുകയാണ് ചെയ്യുക. കഥകളിക്ക് ഈ പ്രാവശ്യം മത്സരത്തിന് വന്നപ്പോഴേ ഏത് സബ്ജക്റ്റ് ആയിരുന്നു അതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത്? ഞാൻ ബാലി വിജയത്തിലെ അരവിന്ദ ദളോപമ നയനെ എന്ന പദമാണ് കളിച്ചത്. അതിൻ്റെ കരവിംശതി മുതൽ കലഹിക്കുന്നു വരെയുള്ള പദമായിരുന്നു. ആ ഒരു പദമൊന്ന് നമുക്ക് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് അഭിനയിച്ച് കാണിക്കാമോ? തീർച്ചയായും. സായിദ് ഇത് കഥകളി പദം നമ്മളുടെ മുൻപിൽ അവതരിപ്പിച്ചു. സായിദിനെ ഈ കഥകളിയിലല്ലാതെ വേറെ സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വേറെ എന്തിനാണ് സമ്മാനം ലഭിച്ചത്? HSC വിഭാഗം മലയാള പ്രസംഗത്തിന്. അതിന് 1ാം സമ്മാനമായിരുന്നു. അതെ, കൊള്ളാം. അത് ഏത് വിഷയമായിരുന്നു പ്രസംഗത്തിന് ഉണ്ടായിരുന്നു? നിത്യജീവിതത്തിലെ പരസ്യങ്ങളുടെ സ്വാധീനം എന്തായിരുന്നു വിഷയം. വളരെയധികം സംസാരിക്കാൻ ഉണ്ടായിരുന്നൊരു വിഷയമാണ്. പക്ഷേ 5 മിനിറ്റാണ് നമുക്ക് കലോത്സവത്തിന് സംസാരിക്കാനായിട്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ ഒരു നിമിഷത്തിലേക്ക് നമ്മൾ ഏകദേശം എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇതാണ് ഒരു സകലകലാ വല്ലഭനാണ്. പ്രസംഗത്തിലും കഥകളിയിലും 1ാം സമ്മാനം കരസ്ഥമാക്കിക്കൊണ്ടാണ് സായിദ് തൻ്റെ വിജയ തേരോട്ടം നിർവഹിച്ചിരിക്കുന്നത്. സായിദിന് എല്ലാ വിധത്തിലുള്ള ആശംസകളും നേരുകയാണ്. വലിയ നേട്ടങ്ങൾ ഇനിയും മോൻ്റെ ജീവിതത്തിലുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. വികാസ് ആൻ്റണിയെ പരിചയപ്പെടാം. തോപ്പുംപടി സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയാണ്. സ്കൂളിൽ നിന്നും മത്സരത്തിനായിട്ട് ഉപജില്ലാ മത്സരത്തിനായിട്ട് വന്നിട്ട് 5 ഇനങ്ങളിൽ പങ്കെടുത്തു. ഈ 5 ഇനങ്ങളിൽ സമ്മാനങ്ങളും വാരിക്കൂട്ടിയാണ് വികാസ് ആൻ്റണി നമ്മളോടൊപ്പം ചേരുന്നത്. വികാസ്, എന്തുണ്ട് വിശേഷം? സുഖം. എന്തിനൊക്കെയാ പങ്കെടുത്തത് വികാസ്? 5 ഐറ്റംസിനാണ് പങ്കെടുത്തത്. 2 ഗ്രൂപ്പും 3 ഇൻഡിവിജ്വലും. നാടൻ പാട്ടും ഗ്രൂപ്പ് സോങ്ങും. നാടൻ പാട്ടിന് ഫസ്റ്റ്, ഗ്രൂപ്പ് സോങ്ങിന് A ഗ്രേഡ്, പിന്നെ കവിതക്ക് ഫസ്റ്റ് ഉണ്ടായി, പിന്നെ മോണാക്റ്റിന് ഫസ്റ്റ്, ലൈറ്റ് മ്യൂസിക്കിന് സെക്കൻഡും. എന്താണ് ഇത്രയും കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് ആരാണ് ഇതിനെല്ലാം സഹായിക്കുന്നത്? പാരന്റ്സ് ആണ് സഹായിക്കുന്നത്. പാരന്റ്സ് എന്തെല്ലാം സഹായങ്ങൾ ചെയ്തു തരും? മോട്ടിവേഷൻ, പഠിപ്പിക്കും, അങ്ങനെ കുറെ കാര്യങ്ങൾ. ഈ നാടൻ പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ആരാണ് സഹായിച്ചത്? സ്കൂളിലെ ടീച്ചേഴ്സ്, അധ്യാപകരുടെ പിന്തുണയെല്ലാം ഉണ്ട്. നിങ്ങൾ നല്ല ടീം വർക്കാണോ സ്കൂളിൽ നിന്ന്? പിന്നെ നല്ല ടീം വർക്കാണ്. ആരായി തീരണമെന്നുള്ള ആഗ്രഹമാണുള്ളത്? എനിക്ക് പാട്ടുകാരനാകണമെന്ന്. സിംഗർ. ഒരു പാട്ട് പാടാമോ നമുക്ക്? ഇവിടെ മത്സരത്തിന് പാടിയ പാട്ട്. ഓക്കെ. തല കുനിച്ചു ഞാൻ നിൽക്കുന്നു, കാലിലെ കയറഴിച്ചോളൂ, പാഞ്ഞു പോവില്ല ഞാൻ വെറുതെ ഈ ശിരോലങ്കാരം, ഈ ദിവ്യഫലിതം എൻ കൊമ്പ് വേണ്ട തെല്ലും ഭയം,
വെറുതെയാണി കുളമ്പുകൾ പുല്ലിലെ പുഴുവിനെ കാണി മാറിച്ച വെട്ടുവോർ വെറുതെ പല്ലുകൾ കാടിക്കടിയിലെ തവിടു ചേരുവാൻ വൈക്കോൽ ചവയ്ക്കുവാൻ അവയിലില്ല മെരുങ്ങാത്ത നായിൻ്റെ നിണമൊലിക്കുന്നൊരാർത്തികൾ മൂർച്ചകൾ മുഖമടച്ച് നിക്കട്ടെ ഡലറുവാൻ കടുവയല്ല നിലവിളിക്കില്ല ഞാൻ ചരടിടേണ്ടെൻ്റെ മൂക്കിൽ മതം പൊട്ടി അലയുകില്ല നിൻ കൽപ്പനയ്ക്കപ്പുറം പറയുകെപ്പോൾ ഉറങ്ങി എണീക്കണം പറക ഞാൻ എത്ര കാതം അടക്കണം പറയുകെത്ര ഞാൻ ഭാരം വലിക്കണം പറയുകെത്ര ഉഴുതുമറിക്കണം പറയുകെന്തു ഞാൻ തിന്നണം വേണ്ടത്ര തടി വളരുവാൻ തൂക്കം കനയ്ക്കുവാൻ പറയുകാരെന്നിണയെന്നും എപ്പോഴാണിവ ഇണ ചേർന്നിടേണ്ടതെന്നും ഭവാൻ പറയുകെന്തു ചിന്തിക്കേണ്ടു ഞാനെന്ന് പറയുകെങ്കിനാവെന്തായിരിക്കണം അരിയമേച്ചിൽ പുറങ്ങൾ പുല്ലാങ്കുഴൽ വിളികൾ പോയ കാടിൻ സുഗന്ധങ്ങൾ ഭയരഹിതമലയാൻ തണൽ വായ്ക്കുമിടവഴികൾ കുളിനീരരുവികൾ മനുജരെത്താത്ത പച്ചയിൽ പച്ചയാം ഗിരിതടത്തിൻ കുടുംബമാധൂര്യങ്ങൾ ഇളവെയിലിൽ കറുക കാർന്നാർക്കുന്ന കയറിടാതോടി മെയ്യുന്ന കുഞ്ഞുങ്ങൾ അരുതരുതെന്തു കാണണം ചാട്ടവാറോട് പഠിപ്പിച്ചതെന്നെ ചെറുതിലെ ഒരു ദിവസമേ സ്നേഹം അറിഞ്ഞു ഞാൻ പ്രിയമോടമ്മ നക്കി തുടച്ച നാൾ ഒരു പകലെൻ്റെ വാൾക്കൊടി കയറ്റി ഞാൻ മണലിലാർത്തു സ്വതന്ത്രൻ്റെ ഉത്സവം ഇരവ് വന്നു പിറകെ പറഞ്ഞമ്മ ഇനി നമുക്കീ തൊഴുത്തിൻ്റെ ജീവിതം വയൽവേലിൽ തല ചുറ്റി ഞാൻ വീഴെ മടിയനെന്നു മുരണ്ടെത്തി ചാട്ടവാർ തടവിൽ വണ്ടി വലിച്ചു കിതച്ചു ഞാൻ കയറി കുന്നുകൾ വീഴാതെ ഒടുവിൽ അധ്യാത്മവിദ്യാലയത്തിലേക്കണയുവാനെ തുണച്ചു മഹാപ്രഭു ഇഴകളായി പിന്നിയൻ ശ്വാസകോശങ്ങൾ തിരകൾ പോൽ പൊങ്ങി അസ്വസ്ഥമസ്തികൾ ഇനിയുമെങ്കിലും കാണും കുറേറാത്തൽ മധുരം ഇത്തിരി മുത്ത് കവർക്കിലും തല കുനിച്ചു ഞാൻ നിൽക്കുന്നു പ്രാർത്ഥന ചെറുതു മാത്രം മുടുക്കം പൊറുക്കുക അറവു കത്തിക്കു മൂർച്ച വെപ്പിക്കുക അവിടെ അമ്മയെ കൊന്നൊരാപ്പാറമേൽ അറവു കത്തിക്കു മൂർച്ച വെപ്പിക്കുക അവിടെ അമ്മയെ കൊന്നൊരാപ്പാറമേൽ. ആരുടെ കവിതയാണിത്? ഇത് സച്ചിദാനന്ദന്റെ ഇര എന്ന് പറഞ്ഞ കവിത. ഇര എന്ന് പറഞ്ഞ കവിത. എന്താണ് ഈ ഒരു കവിത ഇതിനു വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാനായിട്ടുള്ള കാര്യം? ജോസ്മി മിസ്സാണ് എനിക്ക് ഈ കവിത എടുത്തു തന്നത്. പിന്നെ ഭയങ്കര മീനിങ് ഫുൾ ആയുള്ള ഒരു കവിതയാണ്. ഈ സച്ചിദാനന്ദന്റെ കവിതയാണ് ഇപ്പോൾ ചൊല്ലിയത്. പക്ഷേ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കവി എന്ന് പറയുമ്പോ ഞാൻ അങ്ങനെ ഇല്ല, സച്ചിദാനന്ദനാണ് ഇപ്പൊ ഇഷ്ടം. അപ്പോൾ നന്നായിട്ട് വളരുക, ഇനിയും അനേകം സമ്മാനങ്ങൾ നേടുവാനായിട്ടും സ്കൂൾ കലോത്സവ വേദികളിൽ താരമായി തീരുവാനായിട്ടൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഒരു കൊച്ചു സുന്ദരി നമ്മളോടൊപ്പം ചേരുകയാണ്. കൃഷ്ണശ്രീ കഥാരചനയിലും കഥാകഥനത്തിലും അതുപോലെ തന്നെ മോണോ ആക്ടിലും എല്ലാം സമ്മാനങ്ങൾ നേടിക്കൊണ്ടാണ് കൃഷ്ണശ്രീ വന്നിരിക്കുന്നത്. സന്തോഷമില്ലേ? ഒന്ന് ചിരിച്ചോ നന്നായിട്ട്. എങ്ങനെയുണ്ടായിരുന്നു മത്സരത്തിൽ പങ്കെടുക്കുവാൻ വന്നപ്പോൾ? കുഴപ്പമില്ലായിരുന്നു. എന്തിനൊക്കെയാണ് കഥാകഥനത്തിനുണ്ടായിരുന്നത്? സംസ്കൃതം, പിന്നെ കഥാരചന, അതും സംസ്കൃതം, പിന്നെ മോണോ ആക്ടോ? എ ഗ്രേഡ് അല്ലേ? മോണോ ആക്ടിൽ എന്താണ് അവതരിപ്പിച്ചത്? SSLC ഫുൾ A+. അതാണ് അവതരിപ്പിച്ചത്. കഥാകഥനം എങ്ങനെയുണ്ടായിരുന്നു?
കഥാകഥനം കുഴപ്പമില്ലായിരുന്നു. നന്നായിട്ട് പങ്കെടുത്തു, ആ അടിപൊളിയായിരുന്നു. ഉം. കഥാരചനയ്ക്ക് ഏത് കഥയാണ് എഴുതിയത്? സൗഹൃദം എന്ന ടോപ്പിക്ക് തന്നിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ചാണ് എഴുതിയത്. എന്താണ് സൗഹൃദത്തെ കുറിച്ച് എന്താണ് എഴുതിയത്? ഓർമ്മയുണ്ടോ? അങ്ങനെ അങ്ങ് ഓർമ്മയൊന്നുമില്ല. ഓർമ്മയില്ല. നമുക്ക് ആ മോണോ ആക്ട് ഒന്ന് നമുക്ക് അവതരിപ്പിച്ചാലോ? ഓക്കെ. മാന്യ സദസ്സിന് വന്ദനം. ഒരു 10ാം ക്ലാസ്സുകാരന്റെ അഭിമാനവും എന്നാൽ ഒരു പരിധിവരെ ശാപവുമായി മാറിയിരിക്കുകയാണ് ഫുൾ A+ എന്ന കടമ്പ. മാതാപിതാക്കളുടെയും വിദ്യാലയത്തിന്റെയും അഭിമാനം കാത്തു സൂക്ഷിക്കുക എന്ന കടമ്പ കടക്കുന്നതിനിടയിൽ ഒരു കുട്ടിയുടെ ജീവിതം തന്നെ ഇവിടെ മാറി മറിയുകയാണ്. കണ്ടു നോക്കാം ഒരു ചെറിയ മോണാക്ടിലൂടെ. ഡാഡാ ഇങ്ങ് വന്നേ, നിന്റെ റിസൾട്ട് അറിഞ്ഞോ? ഫുൾ A+ഓ? അമ്മോ ഒരു മിനിറ്റ് അടി, നിന്റെ റിസൾട്ട് എന്തായി? എനിക്ക് ഫുൾ A+ആ. നിന്റെ റിസൾട്ട് നോക്കിയോ? എത്ര A+ ഉണ്ട്? ഇല്ല, ഞാൻ നോക്കില്ല, നോക്കാൻ പോവാ. അപ്പു ഒരു മിനിറ്റടാ, നിന്റെ റിസൾട്ട് എന്തായി? എനിക്ക് ഫുൾ A+ആ. ഞങ്ങളങ്ങ് ടൂറിന് പോവാ. എല്ലാവർക്കും ഫുൾ A+ആ. എനിക്ക് മാത്രമാ ഫുൾ A+ ഇല്ലാത്തത്. അയ്യോ അമ്മ, ഇതെങ്ങാനും പറഞ്ഞ നീ എങ്ങാനും ഫുൾ A+ ഇല്ലാതെ വീട്ടിലോട്ട് വന്നാൽ എന്നെ കൂടെ വർക്ക് ചെയ്യുന്നതിന് മുമ്പിൽ എന്റെ സ്റ്റാറ്റസ് ഉണ്ടാകും. ഇപ്രാവശ്യം എങ്ങാനും മാർക്ക് കുറഞ്ഞ അയ്യോ അച്ഛൻ അറിഞ്ഞ എന്നെ കൊല്ലും. കഴിഞ്ഞ പ്രാവശ്യം മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞ് എന്നെ ഈ കാണ ചട്ടകം വെച്ച് പൊള്ളിച്ചത്. 3 ദിവസമാ ഞാൻ പേടിച്ച് പനി പേടിച്ച് കിടന്നത്. ഇവിടെ വാടി, ഇവിടെ വരാൻ. മോഡൽ എക്സാമിന് ഇതാണ് മാർക്കെങ്കിൽ നിനക്ക് എങ്ങനെ ഫുൾ A+ കിട്ടും? നീ ലോഹത്തിന്റെ ചൂടെന്നറിയ. എനിക്ക് പാട്ടിനും മോണാക്ടിനൊക്കെ 1ാം സ്ഥാനമല്ല. നിർത്തടി, നിന്റെ ഒരു പാട്ടും മോണാക്ടും. ഫുൾ A+. അതിനും കുറഞ്ഞതൊന്നും വാങ്ങി നീ വീടിന്റെ ഗേറ്റ് കറക്കരുത്, കേട്ടറി? വീട്ടിൽ ചെന്നാ അമ്മ പട്ടിണിക്കിടും, അച്ഛൻ ചട്ടകം വെച്ച് പൊള്ളിക്കും. എന്തായി മോളെ, നിന്റെ റിസൾട്ട് നോക്കിയോ? അത് പോട്ടെ, നിന്റെ കഴിഞ്ഞ കലോത്സവത്തിന്റെ മോണാക്ട് എക്സലന്റ്. ഞാൻ ഒന്ന് കാണിച്ചേ. മോണാക്ടിൽ ടീച്ചറെ ഇപ്പൊ കാണിക്കാം. ഞാൻ രാവണൻ, ലങ്കാധിപൻ, സർവസംഹാര ശക്തിയും കൈമുതലായവൻ. എല്ലാ രാജാക്കന്മാർക്കുമായി നാം ഒരു ഉപദേശം നൽകാം. ഏതൊരു മംഗളകരമായ പ്രവൃത്തിയും എത്രയും വേഗം പൂർത്തിയാക്കുകയും അശുഭകരമായ പ്രവൃത്തികൾ കഴിയുന്നത്ര വൈകിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അല്ലയോ ലങ്കാധിപ, ഇത്രയും ബുദ്ധിയും വിവേകവുമുള്ള അങ്ങിനെയാണ് മറ്റൊരാളുടെ പത്നിയെ ഈ ഉദ്യാനത്തിൽ തടവിലിട്ടിരിക്കുന്നത്. ഓഹോയ്, നാം ലങ്കാലക്ഷ്മി, ലങ്കയുടെ കാവൽക്കാരി. ആരാണ് നീ? എന്തിനു വന്നു? കള്ളനാണോ? നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമോ? ഹേ ത്രേതായുഗമേ, ശ്രീരാമദൗത്യവുമായി വരുന്നൊരു കപിശ്രേഷ്ഠന്റെ അടികൊള്ളുമ്പോൾ ലങ്കാവാസം അവസാനിപ്പിക്കണമെന്നാണ്. ഓഹോയ് രാവണ, നിന്റെ നാശം അടുത്തിരിക്കുന്നു, ലങ്കയുടെ നാശം അടുത്തിരിക്കുന്നു. അവൻ വരട്ടെ, നമ്മോട് യുദ്ധം ചെയ്ത് സീതയെ സ്വന്തമാക്കട്ടെ. അതിമനോഹരമായിട്ട് തന്നെ കൃഷ്ണശ്രീ തൻ്റെ മോണോ ആക്ട് അവതരിപ്പിച്ചു. ഇനിയും വളരാനുള്ള ഒരു കൊച്ചുമിടുക്കിയാണ് കൃഷ്ണശ്രീ. കൃഷ്ണശ്രീ ഇനിയും വളരുക, ഏറ്റവും കൂടുതൽ ആളുകൾക്കെല്ലാം സന്തോഷം നൽകുന്ന കലാരൂപങ്ങളിലേക്ക് പോവുക. എല്ലാത്തിനും എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുകയാണ്. ഓക്കെ, കൺഗ്രാജുലേഷൻ. സായിദ് എന്ന മിടുക്കൻ നമ്മളോടൊപ്പം വീണ്ടും ചേരുകയാണ്. സായിദിനൊരു പ്രത്യേകതയുണ്ട്. സായിദ് അറബിക് പദ്യത്തിന് A ഗ്രേഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. പക്ഷേ അറബി പഠിച്ചിട്ടില്ല സായിദ് പഠിച്ചിരിക്കുന്നത് സംസ്കൃതമാണ്. സംസ്കൃതം ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് എടുത്തുകൊണ്ട് പഠിക്കുന്ന സായിദിൻ്റെ അറബിക്കിലുള്ള ആ ഒരു നൈപുണ്യം അത് നമുക്ക് എങ്ങനെയായിരുന്നു എന്നറിയാം. എന്താണ് അറബിക് പദ്യത്തിന് ചേരാനായിട്ടുള്ള കാര്യം എന്താണ്? എനിക്ക് ഖുറാൻ അങ്ങനത്തെ സാധനങ്ങളോടൊക്കെ കുറച്ചും കൂടി, അതായത് കുറച്ചും കൂടി ഞാൻ കുറച്ച് ഫിലോസഫിക്കലായിട്ടാണ് എല്ലാ സാധനങ്ങളും പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എനിക്ക് പിന്നെ സംസ്കൃതം പഠിക്കുന്നതുകൊണ്ട് തന്നെ കുറേ ഹൈന്ദവപരമായിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിസം ആ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് കൂടുതൽ. അപ്പോൾ അതുപോലെ തന്നെ മുഹമ്മദ് നബിയുടെ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ കരുതി അറബിക്കൊന്ന് പഠിച്ചാൽ എങ്ങനെയുണ്ടാകും. അപ്പോൾ ഞാൻ അങ്ങനെ അറബി പദ്യത്തിന് അങ്ങനെ മത്സരിച്ചു. അപ്പോൾ അവിടെ സ്കൂളിൽ ഫസ്റ്റ് അടിച്ചു. അതിന് സബ് ജില്ലയിൽ പോയി, അവിടെയും A ഗ്രേഡ്. ഇതിന് മുന്നേ 8ാം ക്ലാസ്സിൽ മത്സരിച്ചതാണ്. പക്ഷേ ആ സമയത്ത് എല്ലാ ഇനങ്ങളും വിടാൻ പറ്റാത്തത് കാരണം അന്ന് അവർ വിട്ടില്ല. ഇനിയും തുടർന്ന് അറബിക്ക് പഠിക്കാനായിട്ടുള്ള ഒരു താല്പര്യമുണ്ടോ? തീർച്ചയായും, സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് പഠിക്കും. ആ പദ്യമൊന്നും നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചൊല്ലാലോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
هناك أشخاص بارزون الذين رسموا بحياتهم طريقة ممتازة وتركوا رحم كنوسا ثمينا، وهذا الأشخاص سيعيشون في قلوب الناس بعد مماتهم. ما زال الناس يذكرون ويمتحون هذه الأشخاص البارزين على مر الرسول. هذا الشيء للشاعر المشهور أحمد سداد المدني كنو في البحر الرومي. خير ما فيه تهنى الراملون فاعلة فاعلة فاعلون كيف نملأ هذه فقداننا أجز القلب الفراق يومنا يا فراقي ينتهك ظاهرا هل سيأتي أن يهلي يومنا أنت شمس المشرقي لا تهربوا تنقلوا حتى نهاية يومنا كان ليل ومضيئا في الظلام تغرب الشمس وتنشر تكينا آسف الآلام فتسواهب راحت الشمس الليالي يرلنا. സായിദിന് ആരാണ് ഇതിന് അറബി പഠിക്കാനൊക്കെ സഹായിച്ചത് ആരാണ്? പ്രത്യേകിച്ച് സഹായങ്ങളും ലഭിച്ചില്ല, പിന്നെ കേട്ട് കേട്ട് ആ പ്രൊണൗൺസിയേഷനും കാര്യങ്ങളൊക്കെ പഠിച്ച്. പിന്നെ നന്നായിട്ട് പഠിക്കണ്ടേ അറബി? തീർച്ചയായും. അപ്പോൾ ഇനിയും കൂടുതൽ മേഖലകളിലേക്ക് വിജയങ്ങൾ കരസ്ഥമാക്കാനൊക്കെ സാധിക്കട്ടെ. എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുകയാണ്. താങ്ക് യു.